ആശാൻ എവിടെയുണ്ടെന്ന് അറിയേണ്ടത് എന്റെയും കൂടി ആവശ്യമാ. അതിനുവേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നടക്കുന്നത് സാറേ. പക്ഷെ എന്നെ സംശയിക്കുന്നത് മാത്രം പറയരുത്, അതെന്നെ തകർത്ത് കളയും സാറേ. കമല, നീയും നിന്റെ ആശാനും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തുകളിയല്ലടാ ഈ കാണാതാവൽ പരിപാടി. ഇതില് രേഷ്മയുടെ റോളെന്താ? നീയും അവളും തമ്മില് എന്താടാ ബന്ധം? എന്തിനു വേണ്ടിയാടാ നിങ്ങൾ 3 പേരും കൂടി ചേർന്ന് ശാലിനി മേഡത്തിന് മുന്നിൽ ഈ കള്ളക്കളികളെല്ലാം നടത്തുന്നത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനും ഉത്തരം തന്നിട്ടേ നീ ഇന്ന് ഇവിടുന്ന് പോവൂ. ഇനിയിപ്പോ പുറത്തു നിർത്തി ചോദിച്ചിട്ടാണെങ്കിൽ അകത്ത് ഇടിമുറിയുണ്ട്. സത്യം പറയിക്കാനുള്ള പോലീസിന്റെ പതിവ് തന്ത്രങ്ങളുമുണ്ട്. 2 വയസ്സിൽ നീ കുടിച്ച അമ്മയുടെ മുലപ്പാലിന്റെ രുചി വരെ വായിലെത്തിക്കുന്ന വൊമിറ്റിംഗ് എക്സസൈസ് എന്ന അതിനൂതന പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ സമയം കളയാനില്ലാത്തത് കൊണ്ടാണ് കമല നിന്നോട് ഞാൻ ഇത്ര സൗഹൃദപരമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നീ പറ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറ. ഇതിങ്ങനെ പോയാ പോരല്ലോ, എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണ്ടേ? പറ പറ, വേഗം പറ. എനിക്കൊരുപാട് ജോലിയുള്ളത് കമല, പറ. സാറേ, സാറി പറയുന്നതിലൊന്നും ഒരു സത്യമില്ല. ഇതെനിക്ക് ആശാൻ തരുമ്പോ ആശാന്റെ മനസ്സും കൂടി എനിക്ക് തന്നെ. ആ മനസ്സെന്നറിയെ എന്നോടുള്ള സ്നേഹമാണെന്ന് മനസ്സിലാക്കി അതെന്റെ നെഞ്ചിനുള്ളിലാക്കി ഒരു നിധി പോലെ കൊണ്ടു നടക്കുന്നവരാണ് സാറേ ഞാൻ. എനിക്ക് എന്റെ ആശ കഴിഞ്ഞ ഈ ലോകത്ത് വേറെ എന്തോ ഉള്ളൂ സാറേ. ആശാൻ ഒരു ആപത്ത് വന്നപ്പോ പള്ളി അമ്പലൊന്നും നോക്കാതെ കയ്യിൽ പ്രാർത്ഥിച്ച് നടക്കുന്നവനാണ് സാറേ ഞാൻ. ഏത് ദൈവം കരിഞ്ഞാലും എനിക്ക് എന്റെ ആശൻ തിരിച്ചു വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഓടിപ്പാന് നടക്കാണ് സാർ ഞാൻ. ആ ആശാന്റെ എതിരായിട്ട് ഞാൻ ഒരിക്കലും നിൽക്കില്ല സാർ. ഈ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാൾ എന്റെ ആശ മാത്രം. ആ ആശനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യേയില്ല, അതിനുവേണ്ടി കൂട്ടി നിൽക്കുകയല്ലേ സാറേ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിന്ന് സാറ് തെളിയിച്ച സാറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ തയ്യാറാണ് സാറേ. എന്റെ ആശാന് വേണ്ടി ഞാൻ അതിന് തയ്യാറാണ് സാറേ. ഞാൻ അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ എത്ര നാളിങ്ങനെ ആശ്വസിപ്പിക്കും? നിനക്ക് വിഷ്ണു എവിടെയാണ് പോയിരിക്കുന്നതെന്ന് വല്ല അറിവുണ്ടോ? പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ സത്യാമ്മേ. പോലീസ് ഒന്നും കണ്ടുപിടിക്കില്ല. ഇവിടെ അടുത്തൊരു സ്വാമിയുണ്ട്, പെരുമാൾ, ജോത്സ്യനും കൂടിയാ. ഞാൻ ശാരദാമ്മയോട് പറയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം പറയൂന്ന്. ആളെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. പണം വാങ്ങിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്നതാകാനും മതി. അങ്ങനെയാണെങ്കിലേ ഈ കാണുന്ന ആൾക്കാരൊക്കെ അവിടെ പോകുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ സത്യമില്ലാതെ ആരെങ്കിലുമൊക്കെ അവിടെ പോവോ? മോളെ, കേട്ടപ്പോ എനിക്കും തോന്നി ഒന്ന് പോയി കളയാന്ന്. അതിപ്പോ പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ടോന്ന് നോക്കിയിട്ട് പോരെ ഇതുപോലുള്ള അന്വേഷണം. ഇത്രയും ദിവസം നിന്റെ പോലീസുകാർ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. എങ്കിൽ ഞാൻ പറയുന്നു, ഈ ജോത്സ്യരും എടുക്കണ വിഷ്ണു എവിടെയുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു തരും. നമ്മുടെ കുടുംബത്തിന് മൊത്തത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് മാറണമെങ്കിൽ ഈ ജോത്സ്യനെ പോയി കാണുക തന്നെ വേണം. എന്നിട്ട് പരിഹാരം ചെയ്യണം. മനസ്സിലായോ നിനക്ക്? നീ എന്താ പറഞ്ഞത്? മാല പൊട്ടിച്ചെറിഞ്ഞോ? അതെ. ശിവനിൽ എന്തോ മാറ്റമുണ്ട്. ആ ഓപ്പറേഷൻ കഴിഞ്ഞതോടെ ശിവൻ ആകെ മാറിപ്പോയപ്പ. അവനൊരു മാറ്റവും ഇല്ല. അവന്റെ യഥാർത്ഥ സ്വഭാവം നിനക്കിപ്പോഴാ ബോധ്യപ്പെട്ടതെന്ന് മാത്രം. അപ്പൊ ഇത്രയും നാള് അവൻ നിന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. നിന്നെ ഇഷ്ടമാണ്, പ്രേമമാണെന്നൊക്കെ പറഞ്ഞ്. അതെ, അവന്റെ അടവ്. അവസാനം കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ നിന്നെ അവൻ എടുത്തങ്ങ് കളഞ്ഞു. അതാ ഇവിടെ നടന്നത്. ഇത് നീ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. ഇത്രയും നാളും ചങ്കം കരളായിട്ട് നടന്നിട്ട് ഇവൻ ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടെന്ന് നിനക്കറിയാൻ പാടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ആ സർജറിക്ക് ശേഷം ശിവൻ മറ്റാരോ ആണ്. ശിവൻ ഇപ്പൊ പറയുന്നത് പ്രവർത്തിക്കുന്നതും
വേറൊരാളെ പോലെ എനിക്ക് തോന്നുന്നത്. വിവാഹം ദാ ഇപ്പൊ തന്നെ നടത്തുമെന്നും പറഞ്ഞ് ഒരു ബോധവും ഇല്ലാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ അവിടെ, മഹേന്ദ്രൻ. ഇപ്പൊ എന്താ ഓട്ടോ ഒക്കെ അങ്ങ് നിർത്തിയോ? ശിവന്റെ അച്ഛൻ പറയുന്നത് ഈ വിവാഹം നടത്തുന്നത് തന്നെയാ. ആ ഒരു ഉറപ്പാ ഇപ്പൊ എനിക്കുള്ളത്. എടി, ഇനി അപ്പൊ അവൻ മാത്രം വിചാരിച്ചാ മതിയോ? ഈ കെട്ടാൻ പോലെ ചെറുക്കം കൂടി വിചാരിക്കണ്ടേ? ഇതിലെന്തോ വലിയൊരു കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. മാണിക്കോത്തുകാരുടെ ഒത്തുകളിയാണോ ഇതിന്റെ എല്ലാം പിന്നിലെന്ന് സംശയമുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ശിവന് വരുമോ? എന്തായാലും അവന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ട്. ഈ കല്യാണം നടത്തുന്നുള്ള ഉറപ്പും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഉറപ്പ് മതി. അപ്പൊ മണ്ഡപത്തിലേക്ക് തന്നെ എന്റെ പൊന്നുമോള് പോകാൻ തീരുമാനിച്ചു അല്ലേ? എനിക്ക് ഉറപ്പുണ്ടപ്പാ, അവനെ സാവധാനം പറഞ്ഞു തിരുത്താൻ പറ്റുന്നു. പറഞ്ഞു മനസ്സിലാക്കി എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. മോളെ, ജീവിതമാണ്, അതിനെ ഒരു പരീക്ഷണ വസ്തുവായി കാണരുത്. നല്ലോണം ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാവൂ. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല അമ്മ. നാളെ വിവാഹം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിലും നമ്മൾ സഹിക്കണ്ടേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശിവന്റെ ഒപ്പം തന്നെ ആയിരിക്കും. എനിക്കിതിന്ന് മാറാൻ പറ്റില്ല. മോളെ നൈസി,